ഭരണകൂടം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. മിക്കവാറും ഈ യാത്രയോടെ കേരളം രക്ഷപ്പെടുമായിരിക്കും. അത് വോട്ട് തട്ടാനുള്ള ശ്രമമാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടിക്കും. ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റായ ജനദ്രോഹപരമായ നടപടികളുടെ ഫലമായി കേരളത്തിലെ നേതൃത്വം ഭയപ്പെടുന്നു. ഘടകകക്ഷികളെല്ലാം എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ്, കുറ്റബോധമാണ് ഈ തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കാൻ അവരെ ഇടവരുത്തുന്നത്, പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ അത് നടത്തിയത് ഫാസിസത്തിൽ നിന്നും അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. KPCC പ്രസിഡന്റ് യാത്ര വളരെ വിജയകരമാണ്. അത് ജനങ്ങളെ ഇത്തരം ശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. മുയലിനോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപനം ആർക്കും നല്ലതല്ല. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല. യാതൊരു തരത്തിലുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളില്ലാതെ ഒരേ മനസ്സോടെ നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. അത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വവും തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുമാണ്. യഥാർത്ഥത്തിൽ സംയോജിത ഗ്രൂപ്പ് മുന്നേറ്റ യാത്രയെന്നോ വിത്തൗട്ട് ഗ്രൂപ്പ് യാത്രയെന്നോ പേരിൽ ഒരു യാത്ര സംഘടിപ്പിക്കുന്നതായിരുന്നു നല്ലത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. എങ്ങനെ? കേട്ടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. ഓ, എന്തായാലും കേരളം രക്ഷപ്പെട്ടില്ലെങ്കിലും ഗ്രൂപ്പുകളിലെ ചിലരെങ്കിലും രക്ഷപ്പെടുമല്ലോ. ഒരേ മനസ്സോടെ നേതാക്കളും പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. പാറശാലയിലോ ശംഖുമുഖത്തോ യാത്ര തീരുന്നതോടെ ജനങ്ങൾ രക്ഷപ്പെടും. CPM-ന്റെ മുന്നിലുള്ളത് അത്യന്തം പുതിയൊരു യാത്രയാണ്. ഇതുവരെയുള്ള രീതി പോലല്ല. പലതും വേണ്ട രീതിയിൽ ഒത്തുവരാത്തതുകൊണ്ട് അഴിച്ചാങ്കുഴിച്ച ഒന്നേന്ന് ആരംഭിക്കുകയാണ് CPM നവകേരള യാത്രയിലൂടെ. മാറിയേ തീരൂ, മാറിയേ തീരൂ. അല്ലെങ്കിൽ നമുക്കാർക്കും പരിഹരിക്കാനാവാത്ത രീതിയിൽ കേരളത്തിന്റെ തകർച്ച സംഭവിക്കും. ഇപ്പോൾ കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്തണം.
പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതം ഇത്തരം പുരോഗതി ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാന ഘടകമാണ്. ഒന്ന്, ജനങ്ങൾക്കാണ് ഇതെല്ലാം അനുഭവിക്കാൻ കഴിയേണ്ടത്. മാറിയേ തീരൂ. ഏത് യാത്രയിലാണ് കേരളവും ജനങ്ങളും ഒന്ന് രക്ഷപ്പെടുക? ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റായ ജനദ്രോഹപരമായ നടപടികളുടെ ഫലമായി കേരളത്തിലെയും നേതൃത്വം ഭയപ്പെടുന്നു.